മറ്റാരുണ്ട് LDF അല്ലാതെ? നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് നീങ്ങുന്നു. ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്നു. ആറന്മുളയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജാണ് നമ്മോടൊപ്പമുള്ളത്. എങ്ങനെയുണ്ട് പ്രവർത്തകരുടെ ആവേശം? എങ്ങനെയുണ്ട് അവസാന നിമിഷത്തിൽ? മെയ് മാസം 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ 30,000-ന് മുകളിൽ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷം ഇവിടെ വിജയിക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ അങ്ങനെയാണോ പ്രതീക്ഷിക്കുന്നത്? ഉറപ്പൊരു സംശയമില്ല, ഉറപ്പായിട്ടും വിജയിക്കും. LDF പ്രധാനമായും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അത് ജനങ്ങൾ അംഗീകരിച്ചു, അങ്ങനെയാണോ കരുതുന്നത്? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ആറന്മുള നിയോജക മണ്ഡലം ഇതുവരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ പിന്നെ ഇതെല്ലാം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ കാണുന്നു. ഈ മണ്ണിൽ ജനിച്ചു വളർന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ. ഇവിടെ ജനിച്ച്, ഇവിടെ പഠിച്ച്, ഇവിടെ വളർന്ന്, ഇവിടെ ജീവിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ പരസ്പരം അറിയുന്ന, പരസ്പരം കാണുന്ന, സുഖദുഃഖങ്ങളിൽ ഒന്നിച്ച് പങ്കുചേരുന്നവരാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ നാട്ടിലെ ജനങ്ങൾ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ 30,000-ന് മുകളിൽ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷം ഇവിടെ ജയിച്ചിരിക്കും. UDFന്റെ വാഹന പ്രചരണ റാലിയാണ് പോയത്. K. സുധാകരനും രമേശ് ചെന്നിത്തലയും ഒക്കെ പ്രചരണത്തിനായി എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും എത്തി. ആദ്യമല്ലല്ലോ, 2016-ലും 2021-ലും ഒക്കെ എല്ലാ നേതാക്കളും എത്തിയിരുന്നു. വീടാനന്തരം കയറിയിരുന്നു. ഇവിടെ എല്ലാ കുടുംബയോഗങ്ങളും നടത്തിയിരുന്നു. ഇവിടെ ഇനി വരാത്തതായിട്ട് ആരും ഇല്ലല്ലോ. 2016-ലും ഇല്ല, 2021-ലും ഇല്ല. ഇതേപോലെയായിരുന്നു. K. സുധാകരൻ വന്നാലും രമേശ് ചെന്നിത്തല വന്നാലും ഇടതുമുന്നണിക്ക് പേടിയില്ല, ഭയമില്ല. എന്തിന് ഭയക്കണം? ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ നമ്മൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അത്രയേറെ ദൃശ്യമാണ്. ഇപ്പോൾ KK നായർ സാറിൻ്റെ ഒരു കാലഘട്ടത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ പത്തനംതിട്ടയിൽ ഉൾപ്പെടെ ആറന്മുളയിൽ ഉണ്ടായ വികസന പ്രവർത്തനം, ഏറ്റവും അധികം വികസന പ്രവർത്തനം ഈ കാലഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് 16-ലും എല്ലാവരും വന്നില്ലേ, 21-ലും എല്ലാവരും വന്നില്ലേ. ഇനി ആര് വന്നാലും, ഇനി പരസ്യ പ്രചരണത്തിന് കുറച്ച് മണിക്കൂർ ആര് വന്നാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ലാതെ മാത്രമല്ല, കൂടുതൽ അവർ പരാജയ ഭീതി കൊണ്ട് പലതും കാണിക്കുന്നു എന്നുള്ളതാണ്. അവരേതാണ്ട് തോൽവി സമ്മതിച്ചതുകൊണ്ടാണ് എന്തൊക്കെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷം വളരെ കൂളായി, വളരെ ശാന്തമായി, ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഈ അവസാന ലാപ്പിൽ, പരസ്യ പ്രചരണത്തിന് ഇനിയൊരു 24 മണിക്കൂറല്ലേ ശേഷിക്കുന്നത്, അപ്പോൾ അതിലേക്ക് ഒതുക്കണം. ആശാപ്രവർത്തകർ ഇവിടെ വന്നിരുന്നു, PP ഹർഷിത വന്നിരുന്നു. അവരൊക്കെ UDFന് വേണ്ടി പ്രചരണം നടത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അതായത് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്, ഇവിടെ പഠിച്ച, ഇവിടെ വളർന്ന ആളാണ്, ഇവിടെ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന ഇപ്പോൾ വളരെ ക്ലിയർ ആയല്ലോ. ഇതോടുകൂടി വളരെ ക്ലിയറായി കഴിഞ്ഞു എന്തായിരുന്നു, എന്തിനായിരുന്നു എന്നൊക്കെയുള്ളത്. രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ആശാപ്രവർത്തകരായാലും PP ഹർഷിതയായാലും ഇവിടെ വന്നത്, അങ്ങനെയാണോ കരുതുന്നത്? ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് എന്നുള്ളതിൽ ഒരു കാര്യമേ ഉള്ളൂ. കേരളത്തിലെ സർക്കാർ ആശുപത്രി സംവിധാനങ്ങളെ തകർക്കുന്നതിനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണിത്. ഇലക്ട്രൽ ബോണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കണക്കുകൾ പറയുന്നു, മരുന്ന് കമ്പനികളിൽ നിന്ന്, ഫാർമ കമ്പനികളിൽ നിന്ന് കോൺഗ്രസ് പണം വാങ്ങിച്ചിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷം എനിക്കെതിരെ ഉണ്ടായ വേട്ടയാടലുകൾ, എനിക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങൾ, എനിക്കെതിരെ ഉണ്ടായ വ്യക്തി അധിക്ഷേപങ്ങൾ, സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പിനെതിരെ ഉണ്ടായ വ്യക്തി അധിക്ഷേപങ്ങളൊക്കെ അതിൻ്റെ യഥാർത്ഥ കാരണം ഇപ്പോൾ കൂടുതൽ വെളിപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ സത്യം. പൂർണ്ണമായും വിജയപ്രതീക്ഷ. ഞാൻ പറഞ്ഞത് എഴുതി വെക്കണം. 30,000-ന് മുകളിൽ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷം ഇവിടെ വിജയിക്കും. ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ 30,000-ന് മുകളിൽ ഭൂരിപക്ഷത്തോടെ ഇടതുമുന്നണി ജയിക്കുമെന്നാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജ് ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നത്. വീഡിയോ ഷാജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട. മറ്റാരുണ്ട് LDF അല്ലാതെ?